ഒന്നും രണ്ടുമല്ല 11 വമ്പന്മാരാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയത്. 11 കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാരാണ് ബി ജെ പിയിൽ ചേക്കേറിയത്. ഒരു പതിറ്റാണ്ടിനകം 500-ലധികം നേതാക്കൾ താമരയിൽ അഭയം നേടി. സംസ്ഥാനത്തെ കോൺഗ്രസും പ്രതിസന്ധിയിലാണ്. അനിൽ ആന്റണിക്കും പത്മജ വേണുഗോപാലിനും പിന്നാലെ മറ്റാരൊക്കെ എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനെ അലട്ടുന്ന ചോദ്യം. പുതിയ അഴിച്ചുപണിയും സ്ഥാനാർത്ഥി പട്ടികയും ഒക്കെയായി വരും ദിവസങ്ങളിൽ മുഖം രക്ഷിക്കാമെന്ന് കരുതി ഇറങ്ങിയാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിയെഴുത്തിന് പിന്നാലെ കാര്യങ്ങൾ മാറി മറിയുമോ എന്നുള്ളതാണ് ഇനി കോൺഗ്രസിന് മുന്നിലുള്ള ചോദ്യം. ഏതായാലും സംസ്ഥാനത്തെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള നേതാക്കളുടെ മാറ്റം രാജ്യത്തുടനീളം കോൺഗ്രസിൽ നടക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി പറഞ്ഞതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇതിനകം 11 കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാരാണ് ബി ജെ പി നേതാക്കളായത്. പി സി സി പ്രസിഡന്റുമാർ, മുൻ കേന്ദ്രമന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ എന്നിങ്ങനെ ഒരു പതിറ്റാണ്ടിനകം 500 പേരാണ് ബി ജെ പിയിൽ ചേക്കേറിയത്. അടുത്തത് ആര് എന്ന നിലയിലാണ് കാര്യങ്ങൾ. ബി ജെ പിയിലേക്ക് പോകാൻ വിലപേശൽ നടത്തിയവരും വില ഉറപ്പിച്ചവരും പറ്റിയ സമയത്ത് മാറാമെന്ന് വാഗ്ദാനം ചെയ്തവരും ഇനിയും കോൺഗ്രസിലുണ്ട്. കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും ബി ജെ പിക്കെതിരെയാണല്ലോ എന്ന ചിന്തയിലായിരുന്നു ജനങ്ങൾ. അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെങ്കിൽ കോൺഗ്രസിന് സീറ്റ് കൂടണമെന്ന് കരുതി വോട്ട് ചെയ്തു. ഇത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി. എന്നാൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഇങ്ങനെ വോട്ട് ചെയ്ത മുഴുവൻ ആളുകളും 5 വർഷത്തെ അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞു എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. എല്ലാ അർത്ഥത്തിലും ബി ജെ പിയുമായി സമരസപ്പെട്ടു പോകുന്ന നിലപാടാണ് 18 UDF എം പിമാരും സ്വീകരിച്ചതെന്ന് ജനങ്ങൾക്ക് ബോധ്യമായതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം. അതേസമയം തിരിച്ചുവരട്ടെ മലയാളികളുടെ കരുത്തെന്നും തൃശൂർ വടകര സീറ്റിൽ CPM കോൺഗ്രസ് അന്തർധാരയാണെന്നും ചൂണ്ടിക്കാട്ടി നിരവധി പേർ രംഗത്ത് വന്നിരിക്കുകയാണ്. നടൻ ഹരീഷ് പേരടിയും ഇതേ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികളുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങി കഴിഞ്ഞു. അവസാനമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയത്. ഇതോടെ LDF UDF അന്തർധാര സജീവമായെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് നടൻ ഹരീഷ് പേരടി. സിറ്റിംഗ് എം പിയായ കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുന്നത് ഇതിന്റെ ഭാഗമാണെന്നും ഹരീഷ് പേരടി ചൂണ്ടിക്കാണിക്കുന്നു. ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: വടകരയിലെ വലതുപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തേക്കും തൃശൂരിലെ ഇടതുപക്ഷ വോട്ടുകൾ വലതുപക്ഷത്തേക്കും മാറി മറിയാനുള്ള ധാരണ ശക്തമായി എന്ന് തോന്നുന്നത് എനിക്ക് മാത്രമാണോ? വടകരയിലെ 2 MLA മാരിൽ ആര് തോറ്റാലും ജയിച്ച MLA മണ്ഡലത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ലോക്സഭയിൽ തോറ്റ പാർട്ടി നിയമസഭയിൽ ജയിക്കും. ലോക്സഭയിൽ തോറ്റ MLA തൽസ്ഥാനം നഷ്ടപ്പെടുകയുമില്ല. വോട്ടർമാരെ തോൽപ്പിക്കുന്ന രാഷ്ട്രീയ ബുദ്ധി തോൽപ്പിക്കാനുള്ള കരുത്ത് രാഷ്ട്രീയ കേരളത്തിന് ഉണ്ടാകട്ടെ എന്നാണ് ഹരീഷ് പേരടിയുടെ കുറിപ്പ്.